നമ്മൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ വളരെ സുരക്ഷിതമാണെന്നാണ്. പക്ഷെ ഞാനൊരു സെറ്റിംഗ്സ് കാണിച്ചുതരാം. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഫോൺ അത്ര സുരക്ഷിതമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇതുവഴി ഒരു സെറ്റിംഗ്സ് വഴി ലീക്ക് ആവുന്നുണ്ട്. ആ സെറ്റിംഗ്സ് ഞാൻ കാണിച്ചു തരാം. അവിടെ ഒന്ന് പോയിട്ട് നിങ്ങളൊന്ന് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ വളരെ സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ മൊബൈലിൽ പ്രധാനമായിട്ടും പല ആപ്ലിക്കേഷനുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓരോ ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും വിചാരിക്കും നമ്മുടെ ഫോൺ വളരെയധികം സേഫ് ആണെന്നാണ്, അല്ലെ? നമ്മൾ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പം AI ഒക്കെ നമ്മൾ അത്യാവശ്യം നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ട്, അല്ലേ? ഈ സമയത്തൊക്കെ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ രഹസ്യങ്ങളൊന്നും ആരും അറിയില്ല എന്നുള്ളതാണ്. ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്ന സെറ്റിംഗ്സ്. ആ സെറ്റിംഗ്സ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗിയർ ഐക്കൺ കാണുന്നില്ല, ആ ഗിയർ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ സെർച്ച് ഓപ്ഷൻ കാണുന്നില്ല, ആ സെർച്ച് ഓപ്ഷനിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഞാൻ പറയുന്ന പോലെ ഒന്ന് ടൈപ്പ് ചെയ്യുക. അവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ആക്ടിവിറ്റി എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. ആക്ടിവിറ്റി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴേക്ക് അതിന്റെ സബ് ഓപ്ഷൻസ് ഇവിടെ താഴേക്ക് വരുന്നുണ്ട്. ആക്ടിവിറ്റിന്റെ തൊട്ട് താഴേക്ക് ഇങ്ങനെ സബ് ഓപ്ഷൻസ് വരുന്നതിൽ ഗൂഗിൾ ആക്ടിവിറ്റീസ് കൊടുക്കുക. ഗൂഗിൾ ആക്ടിവിറ്റി കാണുന്നില്ല, ആ ഗൂഗിൾ ആക്ടിവിറ്റി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആ ഗൂഗിൾ ആക്ടിവിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഏത് മെയിൽ ഐ ഡിയിലാണോ ലോഗിൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി ആണേതോ അത് നമ്മൾ സെലക്ട് ചെയ്യാം. നേരെ കണ്ടോ ഇവിടെ പോകുന്നത് മൈ ഗൂഗിൾ ആക്ടിവിറ്റീസിലേക്കാണ് പോകുന്നത്. ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടി പോകും. കാരണം നമ്മൾ കാണാത്ത, നമ്മൾ പല സെർച്ചുകൾ ചെയ്ത കാര്യങ്ങൾ ഇവിടെ കണ്ടില്ലേ, വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി. നമ്മൾ പല വെബുകളിൽ പോയിട്ട് പല ആപ്ലിക്കേഷനിലൊക്കെ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ അവര് വളരെ രഹസ്യമായിട്ട് എടുത്തു വെക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ഞാൻ യൂട്യൂബിൽ ഞാൻ കണ്ട വീഡിയോകൾ, അതുപോലെ തന്നെ പല സൈറ്റുകളിൽ കയറിയിട്ട് ഞാൻ നോക്കിയ കാര്യങ്ങൾ, ഞാൻ പോയ സ്ഥലങ്ങൾ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം ഇവര് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഗൂഗിൾ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റിയിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്താൽ ആക്ടിവിറ്റി കൺട്രോൾസിലേക്ക് പോകും. ആ ആക്ടിവിറ്റി കൺട്രോൾസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഈ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റിയിൽ ഇവിടെ കാണിക്കുന്നുണ്ട് ടേൺ ഓൺ ആണ് കിടക്കുന്നത്. ഇവിടെ ഓൺ ആയി കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ള തേർഡ് പാർട്ടിക്കാർക്ക് അല്ലെങ്കിൽ ഗൂഗിളിൽ കിട്ടുന്നത്. ഇവിടെ കണ്ടില്ല എന്തൊക്കെ കിട്ടുന്നുണ്ടെന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത ഹിസ്റ്ററി കാര്യങ്ങൾ, അതുപോലെ തന്നെ വീഡിയോ കാര്യങ്ങൾ, ഓഡിയോ വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മള് വിഷ്വൽ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ. ഇനി അതിന് തൊട്ട താഴെ നമ്മൾ ഓട്ടോ ഡിലീറ്റിന്റെ ഒരു ഓപ്ഷൻ കൂടി കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓട്ടോ ഡിലീറ്റിൽ ഒന്ന് പോയിട്ട് പ്രസ് ചെയ്യാം. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 18 months എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 3 months എന്നുള്ള ഏറ്റവും കുറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ 3 monthsൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്ത് പോകുന്ന രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോ ഡിലീറ്റ് തന്നെ ഓപ്ഷൻ കൊടുക്കുക. അതാണ് നമുക്ക് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമുള്ളത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ബാക്ക് ചെയ്യാം. ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓൺ ആയി കിടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇവിടെ നോക്കൂ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഞാൻ ഏതെല്ലാം സൈറ്റിൽ പോയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അവർ കാണുന്നുണ്ട്. കാലിക്കറ്റ് സിറ്റിയിൽ നമുക്ക് എന്തെല്ലാം സെർച്ച് ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെ പല കാര്യങ്ങളും ഇവര് മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ ഇനി അങ്ങനെ അറിയാതിരിക്കാൻ, അവര് തേർഡ് പാർട്ടിക്ക് കൊടുക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഗൂഗിൾ കാണാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഒന്ന് ബാക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കുന്ന വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണുന്നില്ലേ, അതൊന്ന് ടേൺ ഓഫ് ചെയ്ത് കൊടുക്കാം.